ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ ഏത് ഗ്രഹപൂജകൾ ചെയ്താലും ഏതെല്ലാം നവഗ്രഹ പൂജകൾ നടത്തിയാലും വ്യാഴം എന്ന് പറയുന്ന ദേവൻ്റെ പരിപൂർണപരമായിട്ടുള്ളൊരു ബലവും ആ വ്യാഴാധിപനായി നിൽക്കുന്ന ദേവൻ്റെ നോട്ടവും നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തികളായാലും അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ദീർഘനാളത്തേക്ക് നീണ്ടു നിൽക്കത്തുള്ളൂ. ആ വ്യാഴദേവൻ്റെ ഒരു പ്രസന്നമായിട്ടുള്ള ഒരു പ്രസാദം നമ്മളിലേക്ക് ഒഴുകി എത്തുന്നതിനൊരു തടസ്സം വന്നു കഴിയാൻ നേരത്ത് ചില അനിഷ്ടതകൾ വന്നു കയറും. അപ്പോൾ അത് നല്ല സമയത്ത് തന്നെ നമുക്ക് ചള്ള സമയത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും എന്നൊരു ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. തുടർന്ന് ഈ വ്യാഴദേവനായി നിൽക്കുന്ന ഭഗവാനെ പരിപൂർണപരമായിട്ട് നമ്മുടെ ഗുരു എന്ന് പറയുന്ന സങ്കല്പസ്ഥിതി അനുസരിച്ച് യഥാശക്തി അനുസരിച്ചുള്ള മാനസ പൂജകൾ, അതിൻ്റെ വഴിപാടെന്ന് പറയുന്ന ജപമാണ്. ജപത്തിനപ്പുറം വേറൊന്നുമില്ല. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന ഈ ഒരു നാമം 108 പ്രാവശ്യം മനസ്സിൽ ഉരുവിടുന്നതും ഉപരി ഗായത്രി മന്ത്രം ചൊല്ലുന്നതും അത്യുത്തമകരമായിട്ടുള്ള കാര്യമാണ്. എത്ര വലിയ ഗ്രഹസ്ഥിതി ദോഷങ്ങൾക്ക് അപ്പുറം ഈ ഒരു നാമോച്ചാരണം വഴി നമുക്കുണ്ടാകുന്ന ആ പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും നമുക്ക് തടസ്സപരമായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റഗതി ഉണ്ടാകാനായിട്ടുള്ളൊരു സാധ്യതയ്ക്ക് തുടക്കം കുറിക്കും. അതിൽ ഒരു സംശയവുമില്ല. അപ്പം വ്യാഴാധിപനായി നിൽക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവും ഭഗവാൻ കൃഷ്ണൻ, തിരുപ്പതി ഭഗവാൻ, ഇവരെയൊക്കെ എപ്പോഴും ഒരു പ്രസന്നഭാവത്തോടു കൂടി ശകലം മധുരമൊക്കെ വെച്ച് വിളക്ക് കത്തിച്ച് അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന എളിയ പൂജകൾ നമ്മൾ ചെയ്ത് ക്ഷേത്ര ദർശനവും ചെയ്ത് ബ്രഹ്മരക്ഷസിന് പാൽപ്പായസമൊക്കെ നടത്തുന്നത് ഒക്കെ വളരെ ഉത്തമപരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മുടെ സമയം മാറുന്ന സമയത്തായിരിക്കും നമുക്കിതെല്ലാം അനുഭവപരമായിട്ട് വരുന്നത്. അപ്പം മനസ്സിരുത്തി കൃത്യമായിട്ട് വിശ്വാസത്തോടു കൂടി ഈ ഒരു വഴിപാട് ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എല്ലാ തടസ്സങ്ങളും മാറും. വിവാഹപരമായിട്ടുള്ള തടസ്സങ്ങൾ അത് മാറും. ജോലി സംബന്ധമായിട്ടുള്ള തടസ്സം അത് മാറും. വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സം അത് മാറും. ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറും. നാം എന്തെല്ലാം തടസ്സഗതികളാണോ നമുക്ക് അനുഭവപരമായിട്ടുള്ള മാനസികപരമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടോ, ഇതെല്ലാത്തിനും ഉപരി ഒരു ഒറ്റമൂലി എന്ന നിലയിൽ വ്യാഴദേവനെ പ്രീതിപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണവും ഫലവും നമുക്ക് ഉണ്ടായിരിക്കും.